അതായത് അടിയന്തരാവസ്ഥ ഇത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ അബദ്ധമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് ഈ സാഹചര്യത്തിൽ പറഞ്ഞതല്ലേ രാഷ്ട്രീയ അബദ്ധത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് ചരിത്രപരമായിട്ട് തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അങ്ങനൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ അത്രയ്ക്ക് വലിയ ക്രൂരമായിട്ടുള്ളൊരു ഏർപ്പാടായിരുന്നു എന്ന് ഹർഷൻ ഇപ്പോൾ പറഞ്ഞ ഒടുവിലത്തെ കാര്യങ്ങൾ ഞാനൊന്ന് എഴുതി വെച്ചത് വായിക്കാം. 21 മാസമാണ് അടിയന്തരാവസ്ഥ നിലനിന്നത്. 21 മാസം. അതിനകത്ത് 11 ലക്ഷം ഇന്ത്യക്കാർ അക്കാലത്ത് നിർബന്ധിത വന്ധ്യംകരണത്തിനിരയായി. എന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാക്കാനുള്ള ശേഷി അത്രയും ആളുകൾ വന്ധ്യംകരണത്തിന് ഇരയായി. 1,10,000 പേര് ലോക്കപ്പ് ചെയ്യപ്പെട്ടു. 1,10,000 ആളുകളെ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ലോക്കപ്പ് ചെയ്യുന്ന ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഉണ്ടായി. ഡൽഹിയിൽ മാത്രം അക്കാലത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന 50 ലക്ഷം പേര്, ആകെ 50 ലക്ഷം പേര് അക്കാലത്ത് ഉണ്ടായിരുന്നത്. 7 ലക്ഷം പേര് ഈ പറഞ്ഞ ഇതിന് നഗരത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തായിപ്പോയി. 7 ലക്ഷം മനുഷ്യർ ഇന്ത്യയിൽ, ഡൽഹിയിൽ 1,61,000 പേര് ഡൽഹിയിൽ മാത്രം വന്ധ്യംകരണത്തിന് വിധേയമായി. മിസ നിയമവും ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരവും ആ കാലത്തിനിടയിൽ 1,10,806 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എത്ര ആളാണെന്ന് ആലോചിച്ച് നോക്കൂ. ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയ നേതാക്കളാണ്. 1,273 പേരെ മാത്രം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അന്നത്തെ തിഹാർ ജയിലിൽ 4,250 പേരെ അടച്ചിരുന്നു. 4 ഇരട്ടി ആളുകളെ. എല്ലാ ജയിലുകളിലെ സ്ഥിതി അതായിരുന്നു. അത്രക്ക് ആളുകളെ തള്ളിക്കയറ്റിയിരിക്കുകയായിരുന്നു. സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന നടി അക്കാലത്ത് ഈ അടിയന്തരാവസ്ഥക്കെതിരെ പറഞ്ഞതിന് എത്രക്ക് ഭീകരമായ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അതിനകത്ത് ജയിലിൽ കിടന്നതെന്നുള്ള കാര്യം അന്ന് ആലോചിച്ചാൽ മതി. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇത്രയ്ക്ക് ക്രൂരമായിട്ടുള്ളൊരു കാലമായിരുന്നു. ഇങ്ങനെ ക്രൂരമായൊരു കാലം ഇപ്പോൾ ഉണ്ടായ ആളുകൾ എന്താ ചെയ്യുക? ആളുകൾ ഒന്നിച്ചു നിൽക്കും ആ ക്രൂരമായിട്ടുള്ള കാലത്തിനെതിരെ. ഒറ്റ കാര്യം കൂടെ, സമയം അവസാനിപ്പിക്കേണ്ടതായി, പക്ഷേ എന്നാൽ ഞാൻ എഴുതിക്കൊണ്ടുവന്നുണ്ട് ഈ പുസ്തകം. അതായത് ഇതിപ്പോൾ ഹർഷൻ ക്രിസ്റ്റോഫ് ജാഫ്രലോട്ടും പ്രതിന വനിലും ചേർന്ന് എഴുതിയൊരു പുസ്തകമാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ദി എമർജൻസി 75-77. ഇതാണ് പുസ്തകം. അതിനകത്ത് 376-ാമത്തെ പേജ് എടുക്കുക. The first of the emergency's large demonstrations was led by the CPIM's EMS Namboodiripadu in Trivandrum on 7 July 1975. The RSS Kerala branch decided to follow suit. Over the next few days, nearly 2,000 of its workers were arrested in protest. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നു. ആദ്യത്തെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രകടനം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേത് നടത്തിയത് തിരുവനന്തപുരത്ത് CPIMന്റെ EMS നമ്പൂതിരിപ്പാടാണ്. അതായത് ജൂലൈ 7-ാം തീയതിയാണ്. പിറ്റേ ദിവസം തന്നെ, 2 ദിവസത്തിനകത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ച് കാലത്തിനകത്ത് തന്നെ ആ പ്രകടനം നടന്നു. RSSന്റെ കേരള ബ്രാഞ്ച് ഡിസൈഡ് ടു ഫോളോ സ്യൂട്ട്. അവർ നടത്തിയതിന് പിന്നാലെ നടത്താനാണ് അവർ തീരുമാനിച്ചത്. ഓവർ ദ നെക്സ്റ്റ് 2,000 RSSകാർ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത്രക്ക് മാത്രം ക്രൂരമായിട്ടുള്ളൊരു പരിപാടി നടന്നതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, RSS അന്നും വലിയ ശക്തി തന്നെയാണ് ആ ഭാഗങ്ങളിലൊക്കെ, കേരളത്തിലല്ല ആ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ RSS CPIM ചെയ്ത കാര്യം തന്നെ ചെയ്തു. RSS അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്ത കക്ഷിയായിരുന്നു. നമ്മൾ കാണണം, അത് തള്ളിക്കളയാവുന്ന കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സീൻ കൂടെ ആലോചിച്ച് നോക്കും. ഇപ്പോൾ CPIMന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു നമ്മളൊക്കെ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കണ്ടു തുടങ്ങുന്ന കാലത്ത് കോൺഗ്രസ്. ഇപ്പോൾ RSS ഭരിക്കുന്നു. RSSന്റെ ബാക്കപ്പുള്ള BJP ഭരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസും CPIMും ഇതൊരു രാഷ്ട്രീയ സാഹചര്യമാണെന്ന് കണ്ട് ഇന്ത്യ മുന്നണിയിൽ അലയൻസ് ആയിട്ടാണ് പോകുന്നത്. നാളെ ഇതുപോലൊരു അടിയന്തരാവസ്ഥ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ എതിർക്കുന്ന കോൺഗ്രസുമായിട്ട് ഒപ്പം നിൽക്കേണ്ടതായ സാഹചര്യം വരും. അപ്പോൾ കോൺഗ്രസിനൊപ്പം അവരുടെ മുന്നണിയിലുള്ള വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനൊപ്പം ഉണ്ടാകും. അപ്പോൾ CPIMും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ഒക്കെ ഒരു സഹകരണ പാതയിൽ വരും. രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതാത് കാലത്തിൻ്റെ സാഹചര്യങ്ങളെ മനുഷ്യർക്കും പൗരർക്കും എതിരായിട്ട് ഭരണകൂടം അതിശക്തമായിട്ട് അവരെ കൃഷി ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ, അവരെ ആക്രമിക്കുന്ന കാലം വരികയാണെങ്കിൽ മറ്റെല്ലാ കക്ഷികളും ഒന്നിച്ചു നിൽക്കുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുക.